നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളും സങ്കല്പങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ വളർത്തുന്നത്. അല്ലാതെ പഴയ തലമുറയുടെ ആളുകളെ പോലെ കുട്ടിയൊക്കെ വളർന്നോളും എന്ന് വിചാരിക്കുകയല്ല. അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോൾ വളരെ കൂടുതലായിട്ടാണ് ആ ശ്രദ്ധ. കാരണം അപകടകരമായൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കൺസേൺഡാണ്. പണ്ടങ്ങനെയല്ല, എന്തെങ്കിലും അസുഖം വരുമ്പോൾ മാത്രമേ ഉള്ളൂ കുട്ടികളുടെ ആരോഗ്യം എന്നൊക്കെ പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ വളർത്തുമ്പോൾ അവർ ശരിയായ രീതിയിൽ വളർന്നു വരണം എന്നൊരു ആഗ്രഹത്തിലാണല്ലോ വളർത്തുന്നത്. അങ്ങനെ ഒരമ്മ പറയാണ്, ഞാൻ എൻ്റെ കുട്ടിയെ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. അവന് ഒരു ദൂഷ്യങ്ങളുമില്ല. അവന് എല്ലാവരോടും നല്ല ബഹുമാനത്തിൽ സംസാരിക്കും. ആവശ്യമില്ലാത്ത കമ്പനിക്കൊന്നും പോവില്ല. പിന്നെ ദുർനടപടികളൊന്നും തന്നെയില്ല. അതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ കുട്ടികളെ ഞാൻ നന്നായി വളർത്തിയത്. അതിനെനിക്ക് ജീവിതത്തിനകത്ത് വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ പലപ്പോഴും പലരും പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ നന്നായിട്ട് പഠിക്കുന്നു, നല്ല ജോലിയിലെത്തുന്നു, അവൻ അച്ഛനെയും അമ്മയും സ്നേഹിക്കുന്നു, സഹോദരിമാരെയൊക്കെ സ്നേഹിക്കുന്നു, ബന്ധുക്കളൊക്കെ ബഹുമാനിക്കുന്നു, നല്ല ആയിട്ട് പഠിക്കുന്നു. അല്ലേ, അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നന്നായിട്ട് പഠിക്കുന്നു, അവൻ അവൻ്റെ കാര്യം ശ്രദ്ധിച്ച് നടക്കുന്നു. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോയി അവൻ തലയിടില്ല. അവൻ്റെ പ്രായത്തിൽ എത്താവുന്ന ഏറ്റവും വലിയ ജോലിയിൽ അവൻ എത്തിക്കഴിഞ്ഞു. അവൻ നല്ല സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ആ സമ്പത്ത് സൂക്ഷിക്കുന്നുണ്ട്, വെറുതെ ഒന്നും കളയൊന്നുമില്ല സമ്പത്ത്. അപ്പോൾ എല്ലാ തരത്തിലും നോക്കിയാലും അവനൊരു നല്ല മാതൃക പുത്രനാണ്. അങ്ങനെ വളർത്തിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു. അവനെ മാതൃകാ പുരുഷനായിട്ട് അല്ലെങ്കിൽ മാതൃകാ സ്ത്രീയായിട്ട് നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് പറ്റുന്നൊരബദ്ധം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പറ്റുന്നൊരബദ്ധം. ഈ അബദ്ധം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഗാന്ധാരിയും കുന്തിയും തമ്മിലുള്ള ഒരു സംഭാഷണം നമ്മൾ കേൾക്കണം. ഗാന്ധാരിയുടെ പുത്രന്മാരെല്ലാം വളരെ മോശ സ്വഭാവമുള്ളവരായിട്ട് മാറി. കുന്തിയുടെ പുത്രന്മാരെല്ലാം വളരെ നല്ലവരായിട്ട് മാറി. അങ്ങനെയാണല്ലോ വ്യാസൻ പറയുന്നത്. സുയോധനൻ എന്ന പേരിട്ടാണ് മൂത്തപുത്രനെ വിളിച്ചത്. എന്നാൽ നാട്ടുകാർ ആ പേര് മാറ്റി ദുര്യോധനൻ എന്നാക്കി. രണ്ടാമത്തവന് പേരിട്ടത് സുശാസനൻ എന്നാണ്. നല്ല അച്ചടക്കമുള്ളവൻ എന്നാണ് അർത്ഥം. എൻ്റെ മറ്റേത് നല്ല ധനമുള്ളവൻ, ധനമാർജ്ജത വിദ്യാഭ്യാസ ധനമാവും എന്തായാലും. ദുശാസനൻ രണ്ടാമത്തവനാണ്. അവൻ്റെ യഥാർത്ഥ പേര് സുശാസനൻ എന്നാണ്. പക്ഷേ നാട്ടുകാർ അതിനെ മാറ്റി. അല്ലേ, നമ്മൾ നമ്മുടെ കുട്ടിക്ക് എന്ത് പേരിട്ടാലും അവൻ ഒരു 18 വയസ്സാകുമ്പോൾ നാട്ടുകാരിടുന്നൊരു പേരുണ്ടല്ലോ, അതല്ലേ യഥാർത്ഥ പേര്. ദുശാസനൻ എന്നായി. മോശമായ രീതിയിലുള്ള ശാസനകൾ നൽകുന്നവനോ അങ്ങനെ എന്തൊക്കെ അർത്ഥമാണ്. എന്തായാലും മോശമായൊരു പേരാണ്. എന്നിട്ട് അവസാനം ദുശ്ശള വരെ 101ാമതൊരു പെൺകുട്ടി ഉണ്ടായി. ആ പെൺകുട്ടിക്ക് പോലും ദുശ്ശള എന്നാണ് പിന്നീട് പേരിട്ടത്. അപ്പോൾ കഥയിലുടനീളം നമുക്ക് കാണാം ദുശാസനും ദുര്യോധനും ഒക്കെ മറ്റുള്ളവരോട് പെരുമാറുന്നതും പാണ്ഡവരോടുള്ള അവരുടെ വല്ലാത്തൊരു പകയും ഇതൊക്കെയാണ് അവരുടെ വ്യക്തിത്വത്തെ മോൾഡ് ചെയ്തത്. എന്നാൽ പാണ്ഡവർക്ക് ഒരുപാട് കഷ്ടങ്ങളും ദുഃഖങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നു. എന്നാലും അവർ മാതൃകാ പുത്രന്മാരായിട്ടാണ് വന്നത്. അപ്പോൾ ഒരിക്കൽ ഗാന്ധാരി കുന്തിയോട് ചോദിച്ചു, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്? എനിക്കെന്താണ് തെറ്റ് പറ്റിയത്? സത്യത്തിൽ ഗാന്ധാരി തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന് മനസ്സിലാക്കുക കണ്ണിലൊരു തുണി കിട്ടി സ്വയം അന്ധത സ്വീകരിച്ച വ്യക്തിയാണ്. അതൊരു മൂഢധർമ്മമാണ്. എന്നുവെച്ചാൽ ധർമ്മം എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. തൻ്റെ ഭർത്താവിന് കണ്ണില്ലെങ്കിൽ എൻ്റെ കണ്ണുകൾ ആ കണ്ണുകളാക്കി ഞാൻ നോക്കും എന്ന് പറയുന്നതല്ലേ ധർമ്മം. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. ഒരു പശുവിനെ ഒരാൾ കൊന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പശുക്കുട്ടിയും കൂടെ കൊല്ലുന്നത് ശരിയാണ്. പക്ഷെ അപ്പോഴത്തെ വൈരാഗ്യത്തിനും തന്നെ തൻ്റെ സഹോദരനായ ശകുനി ചതിച്ചതും, അതായത് അന്ധനാണെന്ന് പറഞ്ഞിരുന്നില്ല. കല്യാണ സമയത്ത് ഹാരമെടുക്കാൻ ധൃതരാഷ്ട്ര പാടുപെടുന്ന കണ്ടപ്പോഴാണ് ഗാന്ധാരിക്ക് മനസ്സിലായത് ഇയാൾ അന്ധനാണ്, ചതിക്കുകയാണ്.
വലിയൊരു രാജകുടുംബമായിട്ടൊരു ബന്ധം കിട്ടാൻ വേണ്ടി ശകുനി ചെയ്ത ഒരു ചതി, അതിൽ പെട്ടുപോയി. അതിൻ്റെ വൈരാഗ്യമാണ് ഈ തുണി എടുത്ത് അപ്പോൾ കണ്ണ് കെട്ടിയത്. പക്ഷേ അങ്ങനെ അമ്മ കണ്ണ് കെട്ടി നടന്നുകൊണ്ട് ഈ മക്കളെ ചീത്താവുന്ന കാര്യമൊന്നും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും കുന്തി അത് പറയുന്നില്ല. പക്ഷേ കുന്തി ഒരു കാര്യം പറയുന്നുണ്ട്, എങ്ങനെയാണ് എൻ്റെ മക്കൾ സത്പുത്രന്മാരായത്? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചും ഗാന്ധാരി ചോദിക്കുന്നുണ്ട്, അല്ല ഗാന്ധാരി പറയുന്നുണ്ട്, കുന്തി നിൻ്റെ പുത്രന്മാർ സത്പുത്രന്മാരും എൻ്റെ പുത്രന്മാർ വെറും ദുഷ്ടന്മാരുമായിപ്പോയി. അപ്പോൾ അതിന് കുന്തി പറയുന്ന ഒരു മറുപടിയാണ്. അവർ പറയുന്നത്, ഞാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു എൻ്റെ കുട്ടികളെ വളർത്തുന്നതായി. അവർ ദാരിദ്ര്യത്തിലും വളരണം എന്നെനിക്കുണ്ടായിരുന്നു. ഒരു രാജകുടുംബത്തിൻ്റെ സമ്പന്നതയിൽ വളർന്നാൽ ഒരിക്കലും ഒരു യഥാർത്ഥ മനുഷ്യനാകാൻ പറ്റില്ല, അല്ലേ? അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ സിനിമാ നടൻ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് ദാരിദ്ര്യം അന്വേഷിച്ചു പോയത്, അസൗകര്യങ്ങൾ അന്വേഷിച്ചു പോയത്. നമ്മൾ അസൗകര്യങ്ങളിലൂടെ നടന്നു വരുമ്പോൾ മാത്രമേ യഥാർത്ഥ ജീവിതം മനസ്സിലാക്കാൻ പറ്റൂ. അംബാനിയുടെയും അദാനിയുടെയും മക്കൾ ഒരിക്കലും ജീവിതം എന്തെന്നറിയില്ല, യഥാർത്ഥ ജീവിതം, നമ്മുടെ കഴിവുകളെല്ലാം എന്താണെന്ന് അറിയില്ല. അവരൊരു കൂട്ടിലിട്ട പക്ഷി പോലെ മാത്രമായിരിക്കും ജീവിക്കുന്നത്. പ്രശസ്തിയൊക്കെ വലിയൊരു നിർഭാഗ്യമാണ് സത്യത്തിൽ. പ്രശസ്തമായി കഴിഞ്ഞാൽ പിന്നെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ ഒരു കൂട്ടിലിട്ട പക്ഷിയെ പോലെ നടക്കും. നമുക്ക് എന്തൊക്കെ ആഗ്രഹം ഉണ്ടാകുന്ന നടക്കും. എപ്പോഴും ആളുകളുടെ കണ്ണിലിങ്ങനെ പെട്ടൊരു മൃഗശാലയിൽ കിടക്കുന്ന മൃഗത്തെ പോലെ നമുക്ക് ജീവിക്കാം. അതാണ് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അതിനെന്ത് ഗുണം വെളിയിലുള്ളവർ കാണുന്നുവെങ്കിലും അത് അനുഭവിക്കുന്നവർ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ്. അങ്ങനെ അപ്പോൾ കുന്തി അവരെ ദാരിദ്ര്യം എന്താണെന്ന് പഠിപ്പിച്ചു. ആ ദാരിദ്ര്യത്തിലും അവർ വളരെ 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 ഒത്തൊരുമയോട് നിൽക്കാൻ പഠിപ്പിച്ചു. അതുപോലെ സമ്പന്നതയിലും. പിന്നെ അവർ ഈശ്വരഭക്തി എന്താണെന്ന് പഠിപ്പിച്ചു. അവരുടെ ഗുരു ശ്രീകൃഷ്ണനായിരുന്നു. ശ്രീകൃഷ്ണനെ മറന്നൊന്നും അവർ ജീവിതത്തിൽ ചെയ്യില്ല. എപ്പോഴും ചർച്ച ചെയ്യുന്ന ഭഗവാന്റെ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സത്സംഗം എപ്പോഴും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഭിക്ഷക്കാരായി നടന്നപ്പോഴും കാനനവാസത്തിനിടയിലും അജ്ഞാതവാസൽ എല്ലായിടത്തും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ഞാൻ അവരെ പറഞ്ഞ് പഠിപ്പിച്ചു. അത് അവരുടെ മനസ്സിൽ ഉറച്ചു. ഇനി 3ാമത് കാര്യം, അത് കുന്തി പറയുന്നത്, ഞാൻ എപ്പോഴും അവരോട് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നിഷ്കർഷിച്ചിരുന്ന അത് പിന്തുടരണമെന്ന് ഞാൻ ആജ്ഞാപിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്ത്, നിങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യം, ഇതൊന്നും നിങ്ങളുടേത് മാത്രമല്ല. എപ്പോഴും നമ്മളോടൊപ്പം ഭാഗ്യമില്ലാതെ പോയ ആളുകളെ നമ്മൾ സഹായിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് ഒരു വെള്ളിക്കാശ് ആണ് ഒരു ദിവസം സമ്പാദിക്കാൻ കഴിയുന്നത്, അല്ല അത്രേ ഉള്ളൂ എന്ന് വയ്ക്കുക. അതിൽ നിന്ന് എത്ര കണ്ട് സഹായിക്കാൻ പറ്റുമോ അത്രയും സഹായിക്കണം. നിങ്ങൾക്ക് ഒരു ഭിക്ഷ ചട്ടി ചോറ് മാത്രമേ കിട്ടിയുള്ളൂ. അവർ ഭിക്ഷാണ്ടം നടന്നിരുന്നല്ലോ പാണ്ഡവർ. അപ്പോൾ അവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ കിട്ടുന്ന ചോറിൻ്റെ പകുതി ഭീമൻ കൊടുക്കും. കാരണം ഭീമൻ വലിയ വിശപ്പാണ്, ഭയങ്കര ശരീരമാണല്ലോ. ബാക്കി പകുതിയാണ് ഈ 5 പേര് ചേർന്ന് കഴിക്കുന്നത്. പിന്നെ പാഞ്ചാലിയും കൂടെ ഉള്ളപ്പോൾ അവർക്കും കൂടെ കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അവരിൽ ആർക്കും അതിൻ്റെ വിഷമമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഭീമൻ എപ്പോഴും പകുതി ഉണ്ട ശേഷം വീട്ടിന് വെളിയിലേക്ക് പോകും, ആ ചട്ടിയായിട്ട് പോകും. അതെന്തിനാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. അവൻ ആരെങ്കിലും നോക്കി വെച്ചിരിക്കും, ഭയങ്കര പട്ടിണി കിടക്കുന്ന ആരെങ്കിലും, എന്നിട്ട് ആ പകുതി ചോറ് അയാൾക്കൊണ്ട് കൊടുക്കും. നോക്കൂ, നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ നിശ്ചയമായും അവരെ പഠിപ്പിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളോടൊപ്പം ഭാഗ്യം കിട്ടാതെ പോയ ആളുകളെ സഹായിക്കണമെന്ന്. നമുക്ക് 1000 രൂപയെ ശമ്പളമുള്ളെങ്കിൽ അതിൽ നിന്ന് 100എങ്കിലും സഹായിക്കണം. അത് 10,000 ആകുമ്പോൾ അത് 1000 സഹായിക്കണം. അത് 1,00,000 ആകുമ്പോൾ 10,000 രൂപയ്ക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്യണം. ഇങ്ങനെ ചെയ്യാതെ, എടാ പണമാണ് ഏറ്റവും വലുത്, അതൊരിക്കലും കളയില്ല, പണമില്ലെങ്കിൽ പിണമാണെന്നൊക്കെ പറയുന്ന കുറേ ചൊല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിപ്പിച്ച് അവനെ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഹുങ്ക് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്താൽ. ഏറ്റവും വലിയ BMW കാറ് വാങ്ങിക്കുന്നതാണ് വിജയം. എന്താണ്, അമേരിക്കയിലെ മിയാമി ബീച്ചിൽ ഹണിമൂൺ പോകുന്നതാണ് ഭയങ്കര കാര്യം. അങ്ങനെയൊക്കെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ അങ്ങനെ ലക്ഷ്യം കാണിച്ചുകൊണ്ട് അവയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾ വളർന്നു വരും. കുറേ കഴിയുമ്പോൾ അവരുടെ അച്ഛനെ അമ്മയെ എങ്ങനെ ബഹുമാനിക്കും?
അച്ഛനെയും അമ്മയും കളഞ്ഞിട്ട് അവർ കാനഡയിലോ ഒക്കെ പോയി ജീവിക്കുന്നെങ്കിൽ പ്രധാന കാരണം അതാണ്. മറ്റു മനുഷ്യർ നമ്മളോടത്ര ഭാഗ്യമില്ലാതെ പോയവർ, പണമില്ലാത്തവർ, ഭക്ഷിക്കാൻ നിവൃത്തിയില്ലാത്തവർ, സ്വാതന്ത്ര്യമില്ലാത്തവർ, ഇങ്ങനെ പല 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 ദുഃഖങ്ങളുള്ളവരുണ്ട്. അവരെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണെന്നും നമ്മുടെ ജീവിത വ്രതത്തിൻ്റെ ഒരു ഭാഗമാണെന്നും മനുഷ്യനായി ജീവിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമെന്നും കുന്തി പാണ്ഡവന്മാരെ പഠിപ്പിച്ചെടുത്തു. അത് ഒരിക്കലും ഗാന്ധാരി ചെയ്തില്ല. എന്തായാലും നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ഗാന്ധാരിക്ക് പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.